ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് റേഷൻ കാർഡിൽ ഉള്ള ഏതെങ്കിലും ഒരു മെമ്പർ ഒരു 4 വീലർ, അതായത് കാറോ മറ്റോ കാര്യങ്ങൾ, അത് ജോലി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്കല്ല, പ്രൈവറ്റ് ആയിട്ടുള്ള വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് റേഷൻ അതോറിറ്റിക്ക് അല്ലെങ്കിൽ സിവിൽ സപ്ലൈസ് അതോറിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ലോഗിൻ ഐ ഡി ഉപയോഗിച്ചിട്ട് ആദ്യം തന്നെ ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഡാഷ്ബോർഡിലായിരിക്കും എത്തിപ്പെടുക. എല്ലാ സർവീസുകളും ചെയ്യുന്നതിനായിട്ട് നമ്മളിവിടെ ഈ സർവീസസ് എന്നുള്ള മെനു ആണ് നമ്മൾ ഉപയോഗിക്കുക. ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ജനറൽ ഡീറ്റെയിൽസ് എന്നുള്ള മെനു ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കാർഡ് സംബന്ധമായിട്ടുള്ള കാര്യം, ഫാമിലി സംബന്ധമായിട്ടുള്ള കാര്യം, 2 കാര്യങ്ങൾ ഉണ്ടാവും. അതിൽ കാർഡ് സംബന്ധമായിട്ടുള്ള കാര്യം സെലക്ട് ചെയ്ത് ഗോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പാരാമീറ്റർ എന്നുള്ള ഭാഗത്ത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓൺ 4 വീലർ എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഗോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് കുടുംബത്തിലെ 4 ചക്ര വാഹനം സ്വന്തമായുള്ളവർ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിൽ യെസ് തന്നെ സെലക്ട് ചെയ്യുക. വാഹനം ടാക്സി ആണെന്നുള്ളത് നോ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റീസൺ എന്നുള്ള ഭാഗത്ത് പുതിയ വാഹനം വാങ്ങി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്കത് അപേക്ഷ സേവ് ആവുന്നതാണ്. പ്രത്യേകിച്ച് ഡോക്യുമെന്റോ കാര്യങ്ങളൊന്നും ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനില്ല. ഫൈനൽ സബ്മിറ്റ്, നമുക്ക് സൈൻ ഡോക്യുമെന്റ് കൊടുത്ത് ഫൈനൽ സബ്മിറ്റ് ചെയ്തിട്ട് പോകാവുന്നത്. ഈ ഒരു രീതിയിലാണ് റേഷൻ കാർഡിലെ ഒരു വാഹനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് റേഷൻ കാർഡിലോട്ട് ചേർക്കുന്നത്.